ഏറ്റവും പ്രിയപ്പെട്ടവരെ, പന്തക്കോസ്താ നാൾ ഒരുക്ക ദിനങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവിന് നന്ദി പറയാം. നല്ല ദൈവം നമ്മുടെ ജീവിതത്തിലോട്ട് ചൊരിയുന്ന അനന്തമായ അനുഗ്രഹങ്ങളെയും കൃപകളെയും എല്ലാം നമ്മൾ ഓർക്കുകയാണ്. ഈശോയെ, ഈ ദിവസങ്ങളിലെല്ലാം അങ്ങ് ചൊരിയുന്ന വലിയ നന്മകൾക്ക് നന്ദി പറയുമ്പോൾ ഈശോയുടെ പരിശുദ്ധമായ സാന്നിധ്യം നമുക്കെല്ലാം ഉണ്ടാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ ചില ഭയപ്പാടിന്റെ മേഖലകള്, നമ്മുടെ ജീവിതത്തിലെ ചില സങ്കടങ്ങളുടെ മേഖലകള്, നമ്മുടെ ജീവിതത്തിന്റെ ഒറ്റപ്പെടലിന്റെ മേഖലകളിലെല്ലാം ഒരു കൂട്ടായി ഈശോ മാത്രമേ നമുക്കുള്ളൂ. ഈശോയെ, അങ്ങ് കൂടെയാകണമേ. ഞാനൊരു യാത്രയിലായിരുന്നു, അതുകൊണ്ടാണ് 5:30 ചെയ്യാൻ പറ്റാതിരുന്നത്. എന്നിരുന്നാലും എല്ലാവരെയും നമ്മൾ ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ കരുണ ഒത്തിരി ഒത്തിരി വലുതാണ്. ഈശോയുടെ കരുണ ഒരുപാട് വലുതാണ്. നമ്മുടെ ജീവിതത്തെ താങ്ങി നിർത്തുന്നതും ഈശോയുടെ വലിയ കരുണയാണ്. ഈശോയിൽ ആശ്രയിക്കാനാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുക. ഈശോയെ, അങ്ങ് എന്നോടൊപ്പം ഉണ്ടാവണമേ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അങ്ങ് കൂടെ ഇരിക്കണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കുന്നതല്ല, നീറ്റ് പരീക്ഷ എഴുതി കഴിഞ്ഞ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. 9-ാം തീയതി തൊട്ട് GCSE എക്സാം നടക്കാൻ പോകുന്നു. പ്രത്യേകമായിട്ട് നമുക്ക് GCSE എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ OET, CBT, ഇന്ന് NCLEX എക്സാം എഴുതിയ മക്കള് ഇവരെല്ലാം ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വെക്കുകയാണ്. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഞാൻ ഇവയെല്ലാം ചേർത്ത് വെക്കുന്നു. പല വിധത്തിൽ ജോലിയില്ലാത്ത മക്കള്, മനസ്സിന്റെ ഭാരം അനുഭവപ്പെടുന്ന മക്കള്, ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന മക്കൾ, അവരെല്ലാം നമുക്ക് ഈശോയുടെ കരങ്ങളിലൂടെ സമർപ്പിക്കാം. വലിയ വിടുതലിന്റെ, വലിയ രക്ഷയുടെ, വലിയ അനുഗ്രഹത്തിന്റെ കൃപകൾ ഉണ്ടാകട്ടെ. വചനം പറയാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈശോയെ, ഞങ്ങൾ മുഴു ഹൃദയത്തോടെ നിന്നിൽ വിശ്വസിക്കുന്ന കർത്താവെ, നിന്നിൽ ആശ്രയിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെ അവിടെ നോക്കി കാണണം. ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തെ അവിടെ നോക്കി കാണണം. എല്ലാ മക്കളും പ്രാർത്ഥിക്കും. നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം നിങ്ങൾ ഇവിടെ എഴുതിയിട്ടുള്ളുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം കർത്താവ് തന്നെ നമ്മളോട് പറയുകയാണ്. ഈശോ തന്നെ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ അധ്വാനിക്കുന്നത്. ഇന്ന് കർത്താവ് തന്ന വചനം അതാണ്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25 മുതലുള്ള വചനം. ക്ലേശിതർക്ക് ആശ്രയം. ക്ലേശിതർക്ക് ആശ്രയം കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈശോ തൻ്റെ ജീവിതത്തിലൂടെ കർത്താവ് നമുക്ക് വലിയ രക്ഷയും കരുണയും എല്ലാം പകർന്നു തരുമ്പോൾ, ഈശോയെ, അവിടുന്ന് ഞങ്ങൾക്ക് ആശ്രയമായി മാറുന്നതോർത്ത് നിനക്ക് നന്ദി പറയാം. ഈശോയെ, അവിടുത്തെ വലിയ കരുണ ഞങ്ങളുടെ ജീവിതത്തിലോട്ട് അങ്ങ് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ വലിയ കരുണ നമ്മുടെ ഹൃദയത്തിൽ നിറയപ്പെടട്ടെ. നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു അനുഭവം നമ്മളെല്ലാവരും ഈശോയോട് ചോദിക്കുക. ഈ സമയത്ത് പ്രത്യേകമായിട്ട് ചോദിക്കുക. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് മാറ്റും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കർത്താവെ, അവിടുന്ന് കൂടെ ഉണ്ടാകണം. ഈശോയെ, അവിടുന്ന് കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ ഈ മക്കളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ ഈ മക്കളെല്ലാം അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കട്ടെ. കർത്താവിൻ്റെ വചനം പറയുകയാണ്, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുക, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇന്ന് ഈ ലൈവിൽ വന്നിരിക്കുന്ന എല്ലാ മക്കൾക്കും ഒരുപാട് പ്രാർത്ഥന നിയോഗങ്ങളുണ്ട്, ഒരുപാട് കണ്ണുനീരുകളുണ്ട്. കർത്താവിൻ്റെ വചനം വീണ്ടും പറയുകയാണ്. മർക്കോസ് 11:24 വചനം പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ഇപ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ, അപ്പോൾ അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. കർത്താവിൻ്റെ വചനമാണ്. നിങ്ങൾക്കത് ലഭിച്ചു കഴിഞ്ഞു എന്ന് ഈശോയുടെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വചനത്തിലൂടെ പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവെ, ഇന്ന് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളും, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ, ജീവിതം മുഴുവൻ കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന മക്കള്, ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന മക്കള്, ആരോരുമില്ലാത്തവർ, ഒറ്റപ്പെട്ടു പോയവർ, ഈശോയെ, ജീവിതത്തിലെ തകർച്ചയിലൂടെ കടന്നു പോകുന്ന മക്കള്, എല്ലാ മക്കളുടെയും വേദനകളെ നിന്റെ പരിശുദ്ധ ഹൃദയത്തിലൂടെ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കർത്താവെ, നിന്റെ വലിയ ഇടപെടൽ ഉണ്ടാവട്ടെ, നിന്റെ വലിയ മഹത്വം ഉണ്ടാവട്ടെ, നിന്റെ വലിയ കാരുണ്യം നിറയട്ടെ. ഈശോയുടെ നാമത്തിൽ നിന്റെ വലിയ കാരുണ്യം നിറയട്ടെ. കർത്താവെ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഓ ഈശോയെ, നന്ദി. ആരാധന, 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 ആരാധന. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി ക്രമീകരിക്കുന്ന കർത്താവെ, ഈ മക്കളെ ഓരോരുത്തർക്ക് സമർപ്പിക്കുകയാണ്. വിവിധ സഞ്ജയെ കർത്താവെ, സിയോൺ സഞ്ചാരിയെ സമർപ്പിക്കുന്നു, ലാൻസി ബിനുവിനെ സമർപ്പിക്കുന്ന കർത്താവെ, വിവിധ സഞ്ജയെ സമർപ്പിക്കുന്നു, ഷേർലി ടിറ്റോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും, മേരി ദാസിനെ സമർപ്പിക്കുന്നു, ആനി ഷെൻസിനെ സമർപ്പിക്കുന്നു, സിജോ മാത്യുവിനെ, നിസിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ,
പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തുകൊള്ളുക. മറ്റുള്ളവർക്ക് കൂടി പങ്കെടുക്കാനായിട്ട് നമുക്ക് അത് ഒരു ഉപകാരപ്രദമായിട്ട് മാറും. നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക. കർത്താവെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ എല്ലാ മക്കളുടെയും മേൽ ഈശോയുടെ വലിയ ഇടപെടൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണേ, ആശീർവദിക്കണമേ. നന്ദിയോടെ പ്രാർത്ഥിക്കാം. കർത്താവെ ഷീന ജെയ്സനെ സമർപ്പിക്കുന്നു, സുനിത സന്തോഷിനെ സമർപ്പിക്കുന്നു, ജെയിൻ ജൂണിനെ സമർപ്പിക്കുന്നു, ഷൈൻ തോമസിനെ സമർപ്പിക്കുന്നു, പ്രിയ സ്റ്റാൻലിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, റെജിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഹെൻറി ജെയിംസിനെ സമർപ്പിക്കുന്നു, ജെയ്സൺ മാത്യുവിന്, ക്ലെമന്റ് വിൻസെന്റിന്, AP മൈക്കിൾ, ഇവരുടെയൊക്കെ നിയോഗങ്ങൾ, രോഗപീഠകൾ കടന്നു പോകുന്ന മക്കള് ഈശോയെ മെർലി ജോസഫിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ പ്രിയ ഷാൻഡിയെ സമർപ്പിച്ചു, യസീന്ത ജോർജിനെ സമർപ്പിക്കുന്നു. ഈശോയിലെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതി, ആരാധന ആരാധന ആരാധന. കർത്താവെ ഷേർലി ഇമ്മാനുവേലിനെ, സ്വപ്ന അനിലിനെ സമർപ്പിച്ച് അമ്മണി വർഗീസിന്റെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയെ വിവാഹം നടക്കാത്ത മക്കളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഒരു ഹൃദയത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ നിന്റെ മുൻപിൽ ഈ പരിശുദ്ധാത്മാവിന്റെ വലിയ വരദാന ഫലങ്ങൾ ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിന്റെ വരം എല്ലാ മക്കളിലും ഉണ്ടാവട്ടെ, ആത്മസമർപ്പണത്തിന്റെ വരം എല്ലാ മക്കളിലും ഉണ്ടാവട്ടെ. കുരിശിൽ മരിച്ച് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ കൊടുക്കാം. ഈശോയെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണേ. ഈശോയെ അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് എഴുന്നള്ളി വരണേ. കർത്താവെ ജാൻസി തോമസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഫിലിപ്പിനെ സമർപ്പിക്കുന്നു. കർത്താവെ സോണി അഭിലാഷിനെ സമർപ്പിക്കുന്നു, സ്വപ്ന അനിലിനെ സമർപ്പിക്കുന്ന കർത്താവെ സോണി ജോസഫിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കരുണ കാണിക്കണേ. കർത്താവെ കുരിശിന്റെ വലിയ മഹത്വം എല്ലാ മക്കളിലേക്കും വ്യാപരിക്കട്ടെ. കർത്താവ് ഈ ലോകം മുഴുവനുള്ള എല്ലാ മക്കളിലെയും ഈശോയുടെ വലിയ കൃപ നിറയട്ടെ. ബീന സക്രിയയെ സമർപ്പിക്കുന്നു, ബിന്ദു വിജുവിനെ സമർപ്പിക്കുന്നു, ഷൈൻ തോമസിനെ, കർത്താവെ എയ്ബലിനെ, എയ്ഡനെ, കർത്താവെ മരിയറ്റു കുമാറിനെ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു. ദൈവത്തിന്റെ വലിയ കരുണ നമ്മളിലേക്ക് നിറയപ്പെടട്ടെ. പ്രിയപ്പെട്ട മക്കളെ ഈശോയുടെ അൾത്താരയിലേക്ക് ഈ മക്കളെ എല്ലാം കണ്ണുനീരുകളെ ചേർത്ത് വെക്കുകയാണ്. ദൈവത്തിന് സാധ്യമാണ് നമ്മുടെ ജീവിതങ്ങളെ രൂപപ്പെടുത്താൻ, ദൈവത്തിന് സാധ്യമാണ് നമ്മുടെ കുടുംബങ്ങളെ രൂപപ്പെടുത്താൻ, ദൈവത്തിന് സാധ്യമാണ് നമ്മുടെ സങ്കടങ്ങളെ ഏറ്റെടുക്കാൻ. ഈശോയുടെ സന്നിധിയിലേക്ക് നിങ്ങളുടെ എല്ലാ വേദനകളും ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ അവിടുന്ന് അനുഗ്രഹിക്കണേ. ഈശോയെ അവിടുന്ന് കൂടെ വസിക്കണേ. കർത്താവെ അങ്ങ് ചേർന്നിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നന്ദി പറയും. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, കർത്താവെ മഹത്വം മഹത്വം, ഈശോയെ നന്ദി നന്ദി നന്ദി, ആരാധന ആരാധന, കർത്താവെ മഹത്വം മഹത്വം മഹത്വം, യേശുവേ നന്ദി നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന, മഹത്വം 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 മഹത്വം. കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ഈശോയെ ഓരോ കുടുംബങ്ങളെ നിനക്ക് തരികയാണ്. ഈശോയെ ഓരോ വ്യക്തികളെ നിനക്ക് തരികയാണ്. ഈശോയെ ബിജുവിനെ സമർപ്പിക്കുന്നു, ജെസ്സി ജോസിനെ, ഈശോയെ പ്രിയയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, സുധി എബ്രഹാമിനെ സമർപ്പിക്കുന്നു, ജെസ്സി പോൾസന്റെ നിയോഗത്തെ സമർപ്പിക്കുന്നു, സിജോമോനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ മക്കളുടെ എല്ലാ ജീവിതങ്ങളിൽ കർത്താവെ അവിടുത്തെ വലിയ ഇടപെടലുണ്ടാവട്ടെ. ഈശോയെ ഇന്നലെ കണ്ടുമുട്ടിയ എല്ലാ മക്കളെയും മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളുടെ മേല് ഈശോയുടെ ഇടപെടലുണ്ടാവട്ടെ. പ്രീസ വർഗീസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ജിൻഡുവോൾ പി മാത്യുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തുതിക്കും. പ്രീസ വർഗീസിനെ സമർപ്പിക്കുന്നു, ലിജു വർഗീസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതൽ തലമുറകൾക്കെന്നും അവകാശം, യേശുവിൻ ബലിയുടെ യോഗ്യതയാല് ബന്ധനത്തിൽ നിന്നും വിടുതൽ. എല്ലാ വേദനകളെ സമർപ്പിച്ചു. വിടുതൽ തലമുറകൾക്കെന്നും അവകാശം, യേശുവിൻ ബലിയുടെ യോഗ്യതയാല് ബന്ധനത്തിൽ നിന്നും വിടുതൽ. കർത്താവെ സ്വപ്നയെ സമർപ്പിക്കുന്നു. മഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ. ഈശോയെ രോഗികളെ സുഖപ്പെടുത്തുന്ന കർത്താവെ നിന്റെ തിരുരക്തം ഞങ്ങളെ നിറയട്ടെ. എല്ലാ മക്കളെ ഒന്ന് ചേർത്ത് പിടിച്ചേ. എല്ലാ കണ്ണുകളെ സമർപ്പിക്കുന്ന കർത്താവെ രോഗപീഠകളിലായിരിക്കുന്നവർ, മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നത്, ഈശോയെ കുഞ്ഞുങ്ങളുടെ രോഗത്തെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്ന കർത്താവെ ഈശോയെ ബിജിമോൾ ഡൊമിനിക്കിനെ സമർപ്പിക്കും, ജ്യോതിഷ് തോമസിനെ സമർപ്പിക്കുന്ന കർത്താവെ ബീന ജോബിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും, ടൈറ്റസ് ആന്റണിയെ സമർപ്പിക്കുന്ന കർത്താവെ വിനു വിൻസെന്റിനെ സമർപ്പിക്കും. ഈശോയെ ലോകം മുഴുവനുള്ള എല്ലാ മക്കളെയും അവരുടെ കണ്ണുനീരുകളെ കർത്താവെ ആരോരുമില്ലാത്ത മക്കൾ അനിത മനോജിനെ സമർപ്പിക്കും, രാധാമണി സോമനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഗ്രേസിയ സ്റ്റാനിസ്ലാസിനെ സമർപ്പിക്കും, ബീന ജോബിയെ, ലിജു വർഗീസിനെ,
സൈമൺ ചേലാട്ടിനെ കർത്താവ് പ്രത്യേകമായിട്ട് അവരുടെ മക്കളെ ബിസിനസിനെ സമർപ്പിക്കുന്നു. രക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ. ഈശോയെ യേശുവിന്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ. താനേ നിത്യ നരകത്തിൽ പോകൂ. അനുമെന്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റെതു മാത്രം. ഈശോയെ സജി പാപ്പച്ചനെ സമർപ്പിക്കുന്നു. ആന്റണി ജോസഫിനെ സമർപ്പിക്കുന്ന കർത്താവേ, ഈശോയെ കരുണ കാണിക്കണേ അപ്പാ. കുടുംബങ്ങളോട് കരുണ കാണിക്കണേ ഈശോയെ. മിനി ബിനോളിനെ സമർപ്പിക്കുന്നു. റോബിൻ തോമസിനെ സമർപ്പിക്കുന്നു കർത്താവേ. മഞ്ജു സെബാസ്റ്റിനെ സമർപ്പിക്കുന്ന കർത്താവേ. െന്നും അവകാശം യേശുവിന്റെ യോഗ്യമാണ്. ബന്ധനത്തിൽ നിന്നും വിടുതൽ ഇന്ധനമഴിയട്ടെ. എട്ടുകൾ പൊട്ടട്ടെ. ഈശോ ആരാധന. യേശുവിന്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ. ഈശോയെ സോമിനി ചേച്ചിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സിനി ഷാജുവിനെ സമർപ്പിക്കും. സിനി ജെയിംസിനെ സമർപ്പിക്കുന്ന കർത്താവേ. സിനി ബാബുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. മഞ്ജു സെബാസ്റ്റ്യനെ, നിമ്മി ക്രിസ്റ്റിയെ കർത്താവേ. ഞങ്ങളുടെ GCSE പരീക്ഷ എഴുതുന്ന മക്കള്, A ലെവൽ പരീക്ഷ എഴുതുന്ന മക്കള് കർത്താവെ പഠന മേഖലയിലായിരിക്കുന്നു. ഈശോയെ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്ന മക്കളെ സമർപ്പിക്കും. തോമസ് ചാക്കോയെ സമർപ്പിക്കും കർത്താവെ. ബീന വർഗീസിനെ സമർപ്പിക്കും. അനിത കുമാറിനെ, KN ഗോപാലനെ സമർപ്പിക്കുന്നു. ഇല്ല, അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല, വിഘ്നങ്ങളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. ഈശോയേ മരണത്തെ ജയിച്ചവനെ. ഈശോയോട് പറയാം, എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. അധിപതിയായി എന്നെന്നും നീ വാഴണമേ. ഈശോയെ മരണത്തെ ജയിച്ചവരെ കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ. ഈശോയെ കരുണ കാണിക്കണേ അപ്പാ. തലമുറകൾക്കെന്നും അവിശേഷം. ഈശോ റോഷ്നി ആൽവിനെ സമർപ്പിക്കും. രഞ്ജു ജോർജിൻ, ടെസി ജോർജിയെ, അനുവിനെ സമർപ്പിക്കും. ബിനു ജോർജിനെ സമർപ്പിക്കുന്ന കർത്താവേ. യേശുവിന്റെ തിരുരക്തത്തിൽ ഞങ്ങളിൽ നിറയെ. ഈശോയെ ജിറ്റി സാജുവിനെ സമർപ്പിക്കുന്ന കർത്താവേ. മോളി ഷാജിയെ സമർപ്പിക്കുന്ന കർത്താവേ. ഞങ്ങളെ നിറയട്ടെ. ഹല്ലേലൂയ. ഈശോയെ സതീശനെ സമർപ്പിക്കുന്ന കർത്താവേ. ടൈറ്റസ് ഫ്രാൻസിസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങ് കൂടെ വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാ മക്കളെയും ഈശോ ഏറ്റെടുക്കട്ടെ. എല്ലാ കുടുംബങ്ങളെയും ഈശോ ഏറ്റെടുക്കട്ടെ. എല്ലാ വ്യക്തികളെയും ഈശോ ഏറ്റെടുക്കട്ടെ. ഈശോ കൂടെ വസിക്കട്ടെ എല്ലാ വ്യക്തികളിലും. ഈശോയുടെ വലിയ സാന്നിധ്യമാണ്. പ്രിയപ്പെട്ട മക്കളെ, പ്രത്യേകമായിട്ട് കുടുംബ സമാധാനമില്ലാത്ത മക്കളെ സമർപ്പിക്കാം. ജോബിൻ ജോസഫിനെ സമർപ്പിക്കുന്ന കർത്താവെ. അനിത മഞ്ജുവിനെ കർത്താവെ. ഈ സമയത്ത് മാത്തച്ഛനെ, ബിനുവിനെ, മനോജിനെ, ജെസ്സിയെ, ഷേർലി ചേച്ചി, തോമസ് ചേട്ടനെ സമർപ്പിക്കുന്ന കർത്താവെ. ഡി ചേച്ചി, ഫ്രാൻസ് ചേട്ടനെ, കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന മക്കൾ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയവര്, ദീപ ജോമോനെ സമർപ്പിക്കുന്ന കർത്താവെ. സന്യാസ സമൂഹങ്ങളെ, വൈദിക മന്ദിരങ്ങളെ, ഈശോയെ ഫോർമേഷൻ ഹൗസുകളെ, ഈശോയെ സഭാ സമൂഹത്തെ സമർപ്പിക്കും കർത്താവെ. എല്ലാ ശുശ്രൂഷകളെയും നിനക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഈശോ നീ ഒന്ന് തൊട്ടാൽ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടും. ദിവ്യ ജിബിയെ സമർപ്പിക്കുന്ന കർത്താവെ. ഈശോയെ അനുഗ്രഹിക്കണം കർത്താവ്. ഷായി ചേട്ടനെ, ഷാജി തോമസ് ചേട്ടനെ, ഷായി ചേച്ചിയെ സമർപ്പിക്കുന്നു കർത്താവെ. ജാക്കലിൻ ചേച്ചിയെ സമർപ്പിക്കുന്നു. റിയാനെ, ഷാജി, പ്രത്യേകിച്ച് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഈ ദിവസം ഒരു ജീവിതത്തിലേക്ക് വലിയ അനുഗ്രഹങ്ങൾ ചൊരിയണ കർത്താവ്. ലിഷിയ, റിജോയെ, കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും കർത്താവെ. തിരുമുമ്പിലേക്ക് സമർപ്പിക്കും. ജസ് ചേച്ചിയുടെ ബർത്ത്ഡേ ദിവസത്തിൽ ഈശോ ഈ ദിവസം വലിയ അനുഗ്രഹങ്ങൾ കൊടുക്കണേ കർത്താവെ. പൊൾബദറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജാക്കലിൻ ചേച്ചിയെ സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. ഷാബു ചേട്ടനെ സമർപ്പിക്കുന്നു.
സമർപ്പിക്കുന്നു, സിബിച്ചേട്ടനെ സമർപ്പിക്കുന്നു കർത്താവെ. അനുഗ്രഹിക്കണ കർത്താവ്. ഈശോ ഈ സമയത്ത് ആൻസി ചേച്ചിയെ സമർപ്പിക്കുന്നു, വലിയ ഏട്ടനെ മക്കളെ പ്രത്യേകിച്ച് അമലുകൂട്ടനെ സമർപ്പിക്കുന്നു, പരീക്ഷയെ GCSE ഏറ്റെടുക്കണേ കർത്താവെ. ഈശോയെ നിന്റെ സന്നിധിയിലേക്ക് ഈ മക്കളെ ഓരോരുത്തരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കരുണ കാണിക്കണേ അപ്പ, കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ആരാധന കർത്താവ്. എല്ലാ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണേ അപ്പ, എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ശാന്തി ജോണിയെ സമർപ്പിക്കുന്ന കർത്താവെ, നോബിളിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും, ജെയിൻ ജൂണിനെ സമർപ്പിക്കുന്ന കർത്താവെ. ഈശോയെ അനുഗ്രഹിക്കണേ കർത്താവ്. ഐശ്വര്യ എസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈശോയുടെ നാമത്തിൽ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഈശോയുടെ നാമത്തിൽ എല്ലാ മക്കളും ബ്ലസ് ചെയ്യപ്പെടട്ടെ. കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങളുടെ ഹൃദയത്തിന്റെ എല്ലാ ആകുലതകളെ, വേദനകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചേ. ബേസിൽ തങ്കച്ചനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ മക്കളുടെ കുടുംബത്തെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ ആരാധന കർത്താവെ. മഹത്വം ഈശോയെ നന്ദി, ആരാധന കർത്താവെ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ ഈശോയെ. മഹത്വം ഈശോയെ. ഈശോയെ നന്ദി, ആരാധന കർത്താവിന്റെ മഹാമഹിമയെ ചേർത്തുകൊണ്ട്, ഈശോയുടെ വലിയ കരുണയെ ഓർത്തുകൊണ്ട് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം, ഈശോയ്ക്ക് ആരാധന അർപ്പിക്കാം. ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ ഈശോയുടെ വലിയ മഹത്വം വെളിപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന്റെ മഹാമഹിമയെ ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഈശോയെ അങ്ങ് കൂടെ വസിക്കണം. ഈശോയെ കർത്താവെ, സിമിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ, സിമിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ ആരാധന കർത്താവെ. മഹത്വം ആരാധന ഈശോ. എല്ലാ മക്കളെ ഏറ്റെടുക്കണേ ഈശോയെ, എല്ലാ മക്കളെ ഏറ്റെടുക്കണേ കർത്താവെ. കരുണ കാണിക്കണേ കർത്താവെ, കരുണ കാണിക്കണമേ. കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവെ. ജീന മറിയത്തെ സമർപ്പിക്കുന്നു, ജോസി ജോയിയെ സമർപ്പിക്കുന്നു കർത്താവെ, അനുഗ്രഹിക്കണമേ കർത്താവെ. രാധാമണി സോമനെ സമർപ്പിക്കുന്നു, ജോസഫ് മാത്യുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ താവേ നാഥനേ. ഈശോയെ ഹൃദയം തുറന്ന് വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ എല്ലാ നിയോഗങ്ങളെ ഈശോയുടെ പരിശുദ്ധ കുരിശിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, താവേ നാഥനേ, യേശുവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. കർത്താവെ, പ്രിൻസി ജോസിനെ സമർപ്പിക്കുന്ന കർത്താവെ, ജമ്മ പണിക്കറിനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, മനു സിറിയക്കനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈശോയെ പ്രിയപ്പെട്ട മക്കളെ, സാധിക്കുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാവോ? മറ്റുള്ളവർ കൂടി പങ്കെടുക്കാനായിട്ട് പരിശുദ്ധാത്മ നിങ്ങളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കും. ഈശോയെ, കുടുംബ ബന്ധങ്ങളുടെ തകർച്ചകൾ, കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന മക്കള് ഈശോയെ നിന്റെ മുൻപിൽ മുട്ടി വിളിക്കുകയാണ്. നീ പറഞ്ഞല്ലോ, ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും. കർത്താവെ, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവെ, അങ്ങ് തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കും. സൃഷ്ടാവാണെന്നും ഈ പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈ സൃഷ്ടാവാണെന്നും ഈ പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ, ഷൈനി വർഗീസിനെ സമർപ്പിക്കുന്ന കർത്താവേ, കർത്താവേ ആരാധന, അങ്ങേക്കാരാധന. ഈശോയെ, കുടുംബങ്ങളെല്ലാം ഏറ്റെടുക്കണേ ഈശോയെ. ഈശോയെ, കടബാധ്യതകൾ ഏറ്റെടുക്കണേ അപ്പാ. ഈശോയെ, ജോസഫ് സ്റ്റെല്ലസിനെ സമർപ്പിക്കുന്ന കർത്താവേ. ഈശോയെ, ബവാസ് ജോസഫിനെ സമർപ്പിക്കുന്ന കർത്താവേ. ജയ്ക്ക് ഷൈജുവിനെ സമർപ്പിക്കുന്ന കർത്താവേ. ഈശോയെ, ബിബിത സഞ്ജയ്, ലിജിന പ്രവീണിനെ സമർപ്പിക്കുന്ന കർത്താവേ. ഡോണ അനൂപിനെ സമർപ്പിക്കുന്ന കർത്താവേ. ജീവ ജോഷിയെ സമർപ്പിക്കുന്ന കർത്താവേ. ലിജിന പ്രവീണിനെ സമർപ്പിക്കുന്ന കർത്താവേ. ശെൽവരാജിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സൂസൻ മാത്യുവിന്റെ നിയോഗങ്ങളെ, കുടുംബത്തെ, വ്യക്തികളെ, മക്കളെ ഒക്കെ ഏറ്റെടുക്കണം.
ഈശോ ഏറ്റെടുക്കണം ഈശോയെ. കർത്താവെ കരയുകയാണ് ഈ മക്കൾക്ക് വേണ്ടി നിന്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കുക. ഇവരുടെ കണ്ണുനീരുകളെല്ലാം കണ്ടിവരെ അനുഗ്രഹിക്കണം ഈശോയെ. ഈശോയെ കുടുംബത്തിന്റെ സമാധാനമില്ലാത്ത അവസ്ഥ, മനസ്സ് പതറിപ്പോയ കുടുംബങ്ങള്, നീവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈശോയെ സാലി ജോൺസനെ സമർപ്പിക്കുന്നു. നീവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. കർത്താവേ, ഓ എന്റെ ദൈവമേ, ഓ എന്റെ കർത്താവേ, ആരാധന അങ്ങേക്കാരാധന. ഈശോയെ ഷൈൻ തോമസിനെ സമർപ്പിക്കും. ദൈവമേ, ഓ എന്റെ കർത്താവ്. ഈശോയെ റിൻസി തോമസിനെ സമർപ്പിക്കുന്ന കർത്താവേ, കടബാധ്യതകൾ ഏറ്റെടുക്കണേ അപ്പ. നിഷ ചാക്കോയെ സമർപ്പിക്കും കർത്താവെ. ജോർജിനെ ഇനുവിനെ സമർപ്പിക്കും കർത്താവെ. ഫ്രാൻസിസ് ടിയെ സമർപ്പിക്കും. ജിൻസി സോണിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇറങ്ങി വരണേ അപ്പ. എല്ലാ മക്കളുടെയും കുടുംബങ്ങളിലേക്ക് ഈശോ കടന്നു വരട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ പെന്തക്കോസ്ത് തിരുനാളിന് വേണ്ടി ഏറ്റവും എടുത്ത് ഒരുങ്ങുന്ന ദിവസങ്ങളാണ്. നമ്മുടെ എല്ലാ കുടുംബങ്ങളിലെ പരിശുദ്ധാത്മാവിന്റെ വലിയ ഇടപെടൽ ഉണ്ടാവാൻ, പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ഉണ്ടാകാൻ എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങ് ഞങ്ങളുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കണേ കർത്താവെ. അങ്ങ് ഞങ്ങളുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കണേ ഈശോയെ. അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ മേഖലകളെയും ഈശോയെ അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല ഈശോയെ. ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് സാധ്യമല്ല ഈശോയെ. കരുണ കാണിക്കണേ ഈശോയെ, കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളെയും നമ്മൾ ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുക്കുകയാണ്. ഈശോ പറയാണ്, കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. കർത്താവിൻ്റെ വചനമാണ്. ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. ഈശോയെ ഇടപെടണ ഈശോ. എല്ലാ കുടുംബത്തിൻ്റെയും വേദനകളെ കർത്താവെ, എല്ലാ മക്കളെയും വ്യക്തികളെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ നിയോഗങ്ങളെല്ലാം ഒന്ന് കൊടുത്തേ പ്രിയപ്പെട്ട മക്കളെ. ഈശോയുടെ കുരിശിലേക്ക് എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുക. ജീവിതത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന നിമിഷങ്ങളുണ്ട്, അതെല്ലാം ഈശോയ്ക്ക് കൊടുക്കാം. ഈശോയെ, ആരോരുമില്ലാത്ത മക്കള്, ജീവിതത്തിൽ സങ്കടപ്പെട്ടു പോകുന്ന മക്കള്, ജോഷുവായുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ജോഷുവ ഇങ്ങനെ ജെറീക്കോയുടെ പതനത്തിന് വേണ്ടി ഇസ്രായേൽ മക്കളെ ഒരുക്കുന്ന ഭാഗമാണ്. വിശ്വാസത്തോടെയാണ് ആ ജെറീക്കോ കോട്ടയുടെ ചുറ്റും ജോഷുവായും കൂട്ടരും നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ചില കോട്ടകൾ തകരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവെ, വലിയ വിശ്വാസത്തോടെ കർത്താവെ ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. ഞങ്ങളോടൊപ്പം അങ്ങ് ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. 7 പ്രാവശ്യം പുരോഹിതർ അങ്ങനെ ചെയ്തപ്പോൾ ആ ജെറീക്കോ കോട്ട തകർന്നു വീണു. നമ്മുടെയൊക്കെ കുടുംബത്തെ നിങ്ങൾ പ്രത്യേകമായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ വലിയ ഡെലിവറൻസും വിടുതലും എല്ലാം നമ്മുടെ കുടുംബത്തിലുണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ജോലിക്ക് വേണ്ടിയൊക്കെ ശ്രമിക്കുന്ന മക്കൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ ഈശോയെ ആരാധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു യാത്രയിലാണ്, എനിക്ക് ഒത്തിരി ലേറ്റായും തിരിച്ചെത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു കാര്യം വന്നു. അങ്ങനെ ഞാനൊരു വീട്ടിലെത്തിയതാണ്. ഞാൻ നാളെ ആണ് ലൈവ് ഉള്ളൂ. നാളെ വൈകിട്ട് നിങ്ങളെ പറ്റിക്കുകയല്ല, 5:30 തന്നെ ലൈവ് ആരംഭിക്കും. നിങ്ങൾ എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം. എല്ലാ ശുശ്രൂഷകളും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദിയുണ്ട്. ആരോഗ്യം ബെറ്ററായി വരുന്നു. മെയ് മാസം 10-ാം തീയതി നടക്കുന്ന ജർമ്മനിയിൽ നടക്കുന്ന ജർമ്മൻകാർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. 3-4 ദിവസങ്ങൾ കൂടിയുള്ളൂ. പ്രത്യേകം നിങ്ങൾ ഓർക്കണം, പ്രാർത്ഥിക്കണം. പരിശുദ്ധമായ വലിയ ഇടപെടൽ ആ ജർമ്മൻ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇന്നലത്തെ ധ്യാനത്തിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചതിന് നന്ദിയുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ഓർക്കുന്ന പോലെ പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ ഒരുക്ക ദിനങ്ങളുടെ ധ്യാനമാണ് 9-ാം തീയതി. നിങ്ങൾ മറക്കരുത്. 9 തൊട്ട് 19 വരെ ഓൺലൈനിലുണ്ട്. 8-ാം തീയതി രാത്രി മുഴുവൻ നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി.
ഇവിടെ UK GCSE എക്സാം ആരംഭിക്കുന്നു. റിസൾട്ട് വരാൻ വേണ്ടി നാട്ടിൽ മക്കൾ കാത്തിരിക്കുന്നവരെ എല്ലാം സമർപ്പിക്കുകയാണ്. രോഗികളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പറ്റുമെങ്കിൽ ഇപ്പോൾ 100 പേര്, ഒത്തിരി പേരിപ്പോൾ ഉണ്ട്, സാധിക്കുമെന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് പങ്കെടുക്കാനായിട്ട് പറ്റിയല്ല. പരിശുദ്ധ അമ്മ നിങ്ങളെ പ്രേരിപ്പിക്കും, നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. നിങ്ങളെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. അമ്മേ മാതാവേ, ഞങ്ങളുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കണേ അമ്മേ, ഞങ്ങളുടെ മക്കളെ വിശുദ്ധീകരിക്കണേ അമ്മേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിശുദ്ധീകരിക്കണേ അമ്മേ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകയുടെ രാജ്ഞിയായ കന്യകയെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തെ ധൈര്യപ്പെട്ട് നിന്റെ പാദത്തിങ്കൾ ഞാൻ അണയുന്നു. നെടുവീർപ്പെട്ട് കണ്ണുനീർ ചിന്തിയ പാപിയായി ഞാൻ നിന്റെ ദയാധികത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ യാപൂർവം കേട്ടല്ലണമേ. ആമേൻ. കർത്താവെ, ജിമിയായ സമർപ്പിക്കുന്നു. ഓരോ മക്കളെ, അവരുടെ നിയോഗങ്ങളെ, അവരുടെ കണ്ണുനീരുകളെല്ലാം നിനക്ക് സമർപ്പിക്കണം. രാധാമണിയെ സമർപ്പിക്കുന്നു, രമേശിനെ സമർപ്പിക്കുന്നു, ജിതിൻ ആന്റണിയെ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഷെയർ ചെയ്ത്, ഇപ്പോൾ കയറിയവർ ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുക. നിങ്ങളെല്ലാവരും ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.